കാര്യങ്ങളൊക്കെ അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ ഇറക്കിയാൽ എത്രയാണോ 40,000 രൂപ 50,000 രൂപ എത്രയോ പൈസ കൊണ്ടുവന്ന ആൾക്കാർക്ക് അവർ തരും. അവരുടെ കൺട്രോളിൽ നമ്മൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ വരും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഈ മുസ്ലിം ബോയ്സിനുണ്ട്. അതുകൊണ്ടാണ് ഇവർ ക്രിസ്ത്യൻ കുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരെ വളയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. കാരണം നമ്മൾ എവിടെ പോയാലും പർദ്ദ ഇടണം, മഫ്ത കുത്തണം. അപ്പം ആദ്യമൊക്കെ എന്നോട് പറഞ്ഞത് ഒന്നും വേണ്ട, നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ നടക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പിന്നെ അതൊക്കെ മാറി വന്നു, പതുക്കെ അത് മാറി വന്നു. അവരുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നുവോ അത്രത്തോളം എല്ലാവരും കൊണ്ടുവരും. അതിനവർ സപ്പോർട്ട് ചെയ്യും. എന്നെപ്പോലത്തെ ഒരു ഗതി ഒരു പെണ്ണിനും ഇനി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയുന്നത്. കേരളത്തിൽ ഇന്ന് പ്രണയക്കണികൾ വർദ്ധിച്ചു വരികയാണ്. പ്രണയക്കണിയിൽപ്പെട്ട് മതം മാറ്റ കേന്ദ്രത്തിൽ പോലും എത്തപ്പെട്ട താമരശ്ശേരി രൂപതയിലെ ഒരു ക്രിസ്ത്യൻ യുവതി ഇന്ന് ഷെക്കേന ന്യൂസിനൊപ്പം ചേരുകയാണ്. താൻ നേരിട്ട ദുരനുഭവങ്ങൾ ഷെക്കേന ന്യൂസിനോട് പങ്കുവെക്കുകയാണ്. ഞാൻ +2 പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ബസ്സിൽ കയറുമ്പോൾ കാഷ്വൽ ടോക്ക്, അപ്പം അറിയാതെ എങ്ങനെയോ ആ കാഷ്വൽ ടോക്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഒരു സ്നേഹബന്ധത്തിലായി. അങ്ങനെയാണ് ഞാൻ സ്നേഹബന്ധത്തിലേക്ക് അയാളുമായിട്ട് കൂടുതൽ അടുത്തത്. പിന്നെ കൂടുതൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് അപ്പാടെ വാങ്ങിച്ചു തരികയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന പോലെ കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊന്നും ഒരു ഇതുമില്ലായിരുന്നു. പിന്നെ അതുമാതിരിയായിരുന്നു നമ്മളെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്, സ്നേഹിച്ച് ഒരു സ്വന്തം ആളെ പോലെ. അപ്പോൾ ഒന്നും നമുക്ക് പേരൻസിനോ അവരുടെ ഒരിത് നമുക്കൊന്നും ആവുന്നില്ല. അവരെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് ആ കെയറിങ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലോയിൽ അതിൽ വീണുപോയി. മൂപ്പരെ എല്ലാവരും വിളിച്ചോണ്ടിരുന്ന ബേബി എന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ബേബി എന്നാണ് വിളിക്കുന്നത്, അപ്പം മൂപ്പര് ക്രിസ്ത്യാനി ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ധൈര്യത്തില് നല്ല കമ്പനിയായി, ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അതെങ്ങനെയോ അഫെയറിലേക്ക് പോയി. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലവ് സ്റ്റാർട്ടിങ് എന്ന് പറയാം. അത്യാവശ്യം കാണാൻ കൊള്ളായിരുന്നു. ആര് കണ്ടാലും ഒന്നും മോശമൊന്നും പറയില്ല, അങ്ങനെയായിരുന്നു. പിന്നെ സംസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സംസാരമാണ്. പഞ്ചാര വാക്കുകൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതാണ്, തേനായിട്ട് ഒഴുകി വരും, അതുപോലത്തെ സംസാരമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. ഫുഡായാലും എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായിരുന്നു വിളിച്ചോണ്ടിരുന്ന പരസ്പരം നിങ്ങൾ തമ്മിൽ എന്താ വിളിച്ചോണ്ട്? വാവ. ഞാന് പുള്ളിക്കാരനെ വാവാന്ന്, മൂപ്പര് എന്നെ വാവ, എന്തുണ്ടെങ്കിലും വാവ. സ്വന്തം പേര് വിളിക്കില്ല. ഇപ്പൊ ഷാഹിന ഫുള്ള് വിളിക്കില്ല, ഷാ അങ്ങനെയൊന്നും വിളിക്കില്ല. വാവ, ഇവിടെ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ അങ്ങനെ പറഞ്ഞിട്ട് ആ സ്നേഹത്തോടെ അങ്ങനെ വിളിക്കുക ചെയ്തിരുന്നേ. അതിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കപ്പ് വന്നിരുന്നു. പക്ഷെ വീണ്ടും യാദൃശ്ചികമായി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയും ആ പ്രണയം വീണ്ടും തുടരുകയും ചെയ്തു. അത് ഒരു വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. എത്ര വർഷത്തിന് ശേഷമാണ് വീണ്ടും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ആ ഒരു പരിചയപ്പെടലും? 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടിയത്. അപ്പം ആ 4 വർഷത്തെ ഒരു ബ്രേക്കപ്പിന് ശേഷം, ആ ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരുന്നു ഷാജഹാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതിനുശേഷം കണ്ടുമുട്ടിയപ്പം എന്തോ എനിക്ക് ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി. അപ്പൊ മൂപ്പരും ഭയങ്കര ഒരു നിരാശയോടെ നടക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അന്നേരം പുള്ളിക്കാരന്റെ നമ്പർ ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ മൈൻഡ് ആക്കുക ഒരു കാര്യം ഞാൻ ചെയ്തില്ല, കാരണം ഓൾറെഡി ബ്രേക്കപ്പ് ആയതല്ലോ. പിന്നെ എനിക്ക് അയാളുടെ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു നമ്പർ കൊടുത്ത് എനിക്ക് നമ്പർ തന്നു. അങ്ങനെ ജസ്റ്റ് ഞാൻ കോൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ കുറെ സങ്കടങ്ങളും കാര്യങ്ങളും മൊത്തം പറഞ്ഞു. നീ ഇട്ടിട്ട് പോയതിനു ശേഷം എനിക്ക് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല, എനിക്ക് ആരെയും ഇതാക്കിയിട്ടില്ല, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റിമേറ്റ് അടിച്ചു. അപ്പൊ അത് കേട്ടപ്പോ എന്റെ മനസ്സലിഞ്ഞു. നമ്മള് പെൺകുട്ടികള് സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞാലും വേഗം മനസ്സലിയൂല, സങ്കടമായിട്ട് പറയും. അപ്പൊ കരഞ്ഞ് സങ്കടപ്പെട്ട് പറയുമ്പോൾ ഞാൻ അതിൽ വിശ്വസിച്ച് ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അത് വീണ്ടും തുടർന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോവുകയും വീട്ടുകാർ അറിയാണ്ട് തന്നെ ഒരുമിച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എത്ര ഇതായാലും തീരെ എന്താ പറയാ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് നല്ല തോന്നലുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മൂപ്പരോട് ഞാൻ പറഞ്ഞു, എന്നെ വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട്, അപ്പൊ എന്നെ വിളിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോയി. ഞങ്ങള് ഫസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ ആദ്യം അങ്ങോട്ടേക്കാ കൊണ്ടുപോയത്. പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് കൊണ്ടേയില്ല. അവിടെ ഒരു 3 മാസം നിന്നു. അപ്പം അവിടുത്തെ ഉള്ളൊരു പറഞ്ഞു, അവരുടെ എന്തോ അവര് പോവാൻ പറഞ്ഞു. അപ്പൊ എന്നെ നേരെ അവിടുന്ന് ഇറങ്ങി വന്നപ്പം വേറെ എവിടെയും സ്ഥലമില്ലാത്തതുകൊണ്ട് എന്നെ കോഴിക്കോട് ബീച്ചിന്റെ അടുത്തുള്ള തെർബിയത്ത്, നമ്മള് മതം മാറുന്ന സ്ഥലമാണ്, മുസ്ലിംസ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സ്ഥലമാണ് തെർബിയത്ത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ട് ചേർക്കുകയാണ് ചെയ്തത്. അപ്പം അതിന് മുന്നേ എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. അവർ കുറെ കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതിനെല്ലാം നീ സമ്മതം ആണ് എന്ന്, നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ വന്നതെന്നും വേറെ ഒരാളുടെ കമ്പൽ ഇല്ല, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ അത്രയും മുസ്ലിമിനെ അറിഞ്ഞിട്ട് തീവ്രമായി ആഗ്രഹിച്ച് വന്നതാണെന്നൊക്കെ അവരോട് പറയണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അവരങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവരെന്താണോ എനിക്ക് പറഞ്ഞു തന്നത് അത് തന്നെയാണ് ഞാൻ അവരോടും പറഞ്ഞത്. അതിലൊരു മാറ്റം വെച്ചില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൊ അനുസരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ തെർബീയത്തിൽ എന്നെ കൊണ്ടാക്കി. അവരുടെ ഇത് പ്രകാരം അയാൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എല്ലാത്തിനും അവൻ പറഞ്ഞു തന്ന പോലെ താൻ ആൻസർ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ മുസ്ലിം ആവുന്നതിന് മുമ്പ് അവര് ഒരു ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു പ്രെയർ ഉണ്ട്. അത് അവർ ചൊല്ലിത്തരും. നമ്മൾ അതനുസരിച്ച് ഏറ്റു ചെല്ലണം. വിശ്വാസത്തോടെ അവർ ഏറ്റു ചെല്ലാൻ പറയും. അപ്പൊ നമ്മള് വിശ്വാസത്തോടെ അങ്ങനെ ഏറ്റു ചൊല്ലണം. അന്നേരമാണ് നമ്മളൊരു മുസ്ലിം ആവുക. അങ്ങനെ അവരത് ചൊല്ലി തന്നു. ഞാൻ അതുപോലെ തന്നെ ഏറ്റു ചൊല്ലി. പിന്നെ അതിനുശേഷം കുളിക്കും. ഫുള്ള് കുളിച്ച് അവരുടെ വുളു എടുത്ത്, വുളു എന്ന് പറയും അവര് നിസ്കരിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും ഒക്കെ കഴുകുന്ന ഒരു പ്രക്രിയയാണ്. അതില് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് നമ്മള് ബോഡി മോള് തൊട്ട് താഴെ വരെ വെള്ളം ഒഴിച്ച് അവർ ചൊല്ലി തരുന്ന പ്രെയർ ചൊല്ലി നമ്മൾ അത് മുസ്ലിമിലേക്ക് ആവുകയാണ്. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടി മുസ്ലിമിലേക്ക് ആയി വരുന്നത്. അതോടെ അവൾ ഒരു മുസ്ലിമായി. അങ്ങനെ ഒരു കുട്ടി മുസ്ലിമായി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റം അനുസരിച്ചിട്ട് ഒരു ജനിച്ച കുട്ടിയാണ്. അവൾക്കൊരു പാപവും ഇല്ല, ഒന്നുമില്ല. അവള് ആദ്യം ഉണ്ടായിരുന്ന കാസ്റ്റിലെ അവൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പൊറുക്കപ്പെട്ടു. അള്ളാഹുവാല അതെല്ലാം പൊറുക്കപ്പെട്ടു. ഒരു പുതിയൊരു ജീവിതമാണ്. ഒരു ചെറിയ കൊച്ചു പിച്ച വെച്ച് നടക്കുന്ന എങ്ങനെയാണോ അതേപോലെ പിച്ച വെച്ച് നടക്കുകയാണ്. അതാണ് അവര് ഒരു മുസ്ലിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺസെപ്റ്റ്. പിന്നെ ഇത് 2 മാസം അവിടെ 2 മാസം നിന്ന് പഠിച്ച് അവർക്ക് നമ്മൾ മുസ്ലിം ആയി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അത് തരും. അത് കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഇതുണ്ടാവുക, ഒരു വിലയെല്ലാം അവർ അംഗീകരിക്കുക. മുസ്ലിംസ് ആയിട്ട് നമ്മളെ അംഗീകരിക്കുക, നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ 2 മാസമൊന്നും അവിടെ നിന്നില്ല. ഞാൻ ഒരാഴ്ച അവിടെ നിന്നിട്ടുള്ളൂ. ആ ഒരാഴ്ചയില് ഞാൻ അവിടുത്തെ പ്രേയേഴ്സ്, ഫാത്തിഹ, സൂറത്ത്, പിന്നെ നിസ്കരിക്കാന് അതൊക്കെ എന്നെ ഞാൻ പഠിച്ചെടുത്തു. പിന്നെ നിസ്കരിക്കുമ്പോ തന്നെ അവര് ഇടുന്നത് ഫുള്ള് ഒരു വെള്ള വസ്ത്രമാണ്. ഒരു മക്കനെയൊക്കെ ആയിട്ട് ഫുള്ള് നമ്മുടെ കയ്യോ കാലോ കാലിൽ സോക്സ് ഒക്കെ ഇടും. നമ്മുടെ ഒരു ബോഡി പാർട്ടും പുറത്ത് കാണിക്കാൻ പാടില്ല. ഈ മുഖം മാത്രമേ കാണാൻ പാടുള്ളൂ. അങ്ങനെ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതും 5 നേരം നമുക്ക് നിസ്കരിക്കണം. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നെ അവിടെ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് കാണാൻ അനുവാദം ഇല്ലായിരുന്നു. ഒരു ഡോറ്, അതിലൊരു ചെറിയൊരു വാതിൽ, ഒരു കിളിവാതിൽ പോലത്തെ വാതിൽ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നോ ആരെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പുറത്തു പോകാൻ പറ്റില്ല. ആ വാതിലിന്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുസ്ലിം ആയതിനു ശേഷം അവര് തന്നെ വേണമെങ്കിൽ നമുക്ക് നിക്കാഹ് ചെയ്തു തരും. കാരണം നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെട്ട് ഇതാക്കിക്കുന്നത് അവരുമായിട്ട് അവർ നിക്കാഹ് ചെയ്തു തരും. അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം നമ്മള് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ അവിടെ ഫുള്ള് ഒരു സ്ട്രിക്ട്നെസ് ആയിരുന്നു. കാരണം ഇപ്പൊ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ 7 ദിവസമാണ് നോർമലി ഒരു ഗേൾസിന് പീരീഡ്സ് ആവുക. ആ 7 ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രെയർ ചെയ്യാൻ പാടില്ല, ഒരു കാര്യം ചെയ്യാൻ പാടില്ല അവർക്ക്. നമ്മൾ അതിനുശേഷം കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത നിസ്കാരവും കാര്യങ്ങളായിട്ട് പോകാവുള്ളൂ. അങ്ങനത്തെ ഒരു സ്ട്രിക്ട്നെസ് ഉണ്ട്. പിന്നെ ഞാനൊരു മുസ്ലിം സ്കൂളിലാണ് പഠിപ്പിച്ചത്. കാരണം ജോലി. അപ്പൊ അവിടെ കമ്പൽസറി ആയിരുന്നു പർദ്ദ ഇടണമെന്ന്. കാരണം നമുക്ക് ചുരിദാർ ഒന്നും ഇടാൻ വേണ്ടി, ബാക്കി വേറെ കാസ്റ്റിലുള്ള ടീച്ചേഴ്സും ഉണ്ട് അവിടെ. അവർ ചുരിദാറും സാരിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. പക്ഷെ മുസ്ലിം ടീച്ചേഴ്സ് മസ്റ്റ് ആയിട്ടും പർദ്ദ ഇട്ട് തന്നെ വരാൻ പാടുള്ളൂ. പിന്നെ അവിടെ എനിക്കൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ മുസ്ലിമിലേക്ക് വന്നത് കൊണ്ട് അവര് ഭയങ്കരമായിട്ടും
ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് അവരുടെ എല്ലാ കാര്യം, കാരണം ഒരു മുസ്ലിമാണ് പുതിയതായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് കൊണ്ട് അവർ അത്രയും സന്തോഷപൂർവ്വമാണ് ഒരു കുട്ടിയെ അങ്ങോട്ട് സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം കിട്ടി. എല്ലാവരും പറയും, എന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇനി മുസ്ലിം ആയിട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, അവർക്ക് വേണ്ടതൊക്കെ തരും, എനിക്ക് വീടൊക്കെ തരാന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ പറയും, വീടും സ്ഥലവും ഒക്കെ അവരാക്കി തരും, പക്ഷെ അങ്ങനത്തെ ഒരു വർത്താനം മാത്രം അവര് പറയും. പിന്നെ അതിന്റെ ഒരു ഭാഗം പോലെ ഒരാൾ പോലും വന്നിട്ടില്ല, അത് കിട്ടിയിട്ടുമില്ല. ഓരോരുത്തരും ഇങ്ങനെ വാഗ്ദാനം പറയാന്നല്ലാതെ അത് നിർവഹിച്ചു തരുന്നില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നുവോ അത്രത്തോളം എല്ലാവരും കൊണ്ടുവരും, അതിനവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരാഴ്ചയും അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ അവരുടെ ഇതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ക്രിസ്ത്യാനിയായിട്ട് പിറന്ന ഒരു പെൺകുട്ടിക്കും പറ്റില്ല, കാരണം അതുപോലെ കുറച്ചൊരു സ്ട്രോങ് ആണ് അവരുടെ എല്ലാ നിയമങ്ങളും വരുന്നത്. ഇപ്പൊ നമ്മള് അന്യപുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോ അധികം അവിടെ നിൽക്കാൻ പാടില്ല, അകത്ത് തന്നെ ഇരിക്കണം, അങ്ങനത്തെ ഒക്കെ കുറെ കസ്റ്റംസ് ഒക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ചും ഇപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മായിമ്മയായിരുന്നു. ആ അമ്മായിമ്മയ്ക്ക് ഞാൻ എപ്പോഴും തലയിലിട്ട് നടക്കണം, തട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അപ്പൊ അവിടെ തുടങ്ങും, അവിടെ അടിയാണ്. എന്താണ് ഞാൻ തലയിൽ തട്ടിടാത്ത ഷാഹിന എന്നായിരുന്നു ഞാൻ മുസ്ലിം ആയതിനു ശേഷം എന്നെ വിളിച്ചിരുന്ന പേര്. ഷാഹിന ഷാജഹാൻ എന്നായിരുന്നു. അപ്പൊ ഷാഹിന നീ എന്താണ് തലയിൽ തട്ടുന്ന, ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും, അവര് മറ്റുള്ളവർ കണ്ട എന്ത് വിചാരിക്കും, അവരുടെ കമ്മ്യൂണിറ്റി വന്നിട്ട് മറ്റവർ കണ്ട് എന്ത് വിചാരിക്കും, അങ്ങനെ ഭയങ്കര ഒരു എന്തൊരു ടോർച്ചറിങ് തന്നെയായിരുന്നു. ഇപ്പം അവൻ തന്നെ ആയാലും ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ഇപ്പൊ ഡെയിലി നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ കുത്തി 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 അത് പറഞ്ഞ് അത് വേദനിപ്പിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഞാൻ മടുത്തു. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് അന്നേരമാണ് നമ്മൾ പേരൻസിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ചിന്തിച്ചു എൻ്റെ പേരൻസിനെ കുറിച്ച്. നമുക്ക് കിട്ടിയ ആ ഒരു വീട്ടിലെ ഒരു സുരക്ഷിതത്വവും ഇതൊക്കെ പുറമെ കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വമേധയാ ഞാൻ തിരിച്ചു വന്നു. ഞാൻ എൻ്റെ പേരൻസിനോട് മാപ്പൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകുന്നതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ജീവിതം എന്താണെന്ന് ഒന്നും കൂടെ അറിഞ്ഞ് ഇപ്പം സ്വന്തമായിട്ട് നന്നായി ജോലി എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു മോളുണ്ട്, അവളെ നന്നായിട്ട് നോക്കുന്നു. എൻ്റെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പഠിത്തവും എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് ഇപ്പൊ എനിക്കുള്ളത്. ആ ഒരു ദുരന്ത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അത്രയും ദൈവത്തിന് അനുഗ്രഹം ഞാൻ പറയാണ്. കാരണം എൻ്റെ അമ്മേന്റെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് പറയായിരുന്നു. എന്നെ പോലത്തെ ഒരു ഗതി ഒരു പെണ്ണിനും ഇനി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയുന്നത്. ആ മതമാറ്റ കേന്ദ്രത്തിൽ ചെന്നപ്പോഴുള്ള അനുഭവം എങ്ങനെയായിരുന്നു? ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. കാരണം എന്ന് വെച്ചാല് എന്നെ പോലെ തന്നെ ഒരു 25ഓളം പെൺകുട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതും ഹിന്ദു മതവും ഹിന്ദു ക്രിസ്ത്യാനി സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം എല്ലാവരും പരിചയമൊക്കെ പെട്ടു. കൂടുതലായിട്ട് ഒരു 2-3 പേരൊക്കെ നല്ല ക്ലോസ് ആയിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ അവര് ഓരോരോ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു, അവരെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും അതില് പെട്ട ചതികളും പിന്നെ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവര് ഇങ്ങോട്ടേക്ക് വന്ന് അവര് ഇങ്ങനെ മതം മാറിയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കും എന്നൊക്കെ വിശ്വാസതയോടെയാണ് വന്നത്. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നല്ലോ. പിന്നെ കുറച്ച് നാളത്തിന് ശേഷം എനിക്ക് അറിയാൻ പറ്റി, എൻ്റെ കൂടെ തന്നെ നിന്നിരുന്ന ഒരു പെൺകുട്ടി അന്ന് തന്നെ അവൾക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവള് അന്നേരമാണ് അറിഞ്ഞ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. വിവാഹത്തിന് വേണ്ടി പ്രഗ്നന്റ് ആയായിരുന്നു. അതിന് കുറച്ച് ഇതിന് ശേഷം ആ കുട്ടി പ്രഗ്നന്റ് ആയി. ഞാൻ വിചാരിച്ചു അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അവളുടെ ചെക്കൻ്റെ കൂടെ പോയിന്നു, പക്ഷെ അങ്ങനെ നടന്നില്ല. അവളൊരു ഒരു പെൺകുട്ടീനെയാണ് അവള് ഡെലിവറി ചെയ്തത്. എന്നിട്ട് അവന് അവളെ ഉപേക്ഷിച്ചു പോയി. അവൾ കൊണ്ടുപോയില്ല. മതം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നു, പിന്നെ അവൻ തിരിച്ചു കൊണ്ടുപോയില്ല. അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾ ഈ ചതിക്കുഴിയിൽ പെട്ടിട്ട് ഇതേപോലെ ഈ മതം മാറി അവിടെ വരുന്നുണ്ട്. അവർക്ക് എന്താ പറയാ ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഒന്നിച്ച് ജീവിതം തുടങ്ങി. അപ്പൊ നിങ്ങൾ നിയമപരമായിട്ട് എവിടെയെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നോ, അതെങ്കിൽ മതപരമായിട്ടായിരുന്നോ അതോ നിങ്ങളുടെ വിവാഹം നിക്കാഹ്? ഞങ്ങള് നിയമപരമായിട്ടും ഒരു കാര്യം ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ഞങ്ങള് എന്താ പറയുക ലിവിങ് ടുഗദർ പോലെ ലൈഫ് ആരംഭിക്കുകയാണ് ചെയ്തത്. എവിടെയും രജിസ്റ്റർ ചെയ്യാൻ പുള്ളിക്കാരൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഞാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാലും വേണ്ട എന്നുള്ളൊരു മറുപടി മാത്രമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു?
ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ വന്ന് ഫസ്റ്റ് രജിസ്റ്റർ മാരേജ് ആണല്ലോ. അപ്പൊ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വേറെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്കൊരു മോളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞാനൊരു മുസ്ലിം സ്കൂളിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെയാണ് ഇങ്ങനെ നിങ്ങൾ ലിവിങ് ഇതിൽ പോയാൽ ശരിയാവില്ല, നിങ്ങൾക്ക് ഒരു കുട്ടിയാണ് വന്നത് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ വളരാൻ പാടില്ല, അപ്പൊ നിങ്ങൾ എന്തായാലും നിക്കാഹ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പരപ്പുംപൊയില് ഒരു ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നിക്കാഹ് ചെയ്യിപ്പിച്ചു. പക്ഷെ രേഖകളും കാര്യങ്ങളും എവിടെ സൈൻ ചെയ്യൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു 2-3 സാക്ഷികളെ വെച്ചിട്ട് അവര് നിക്കാഹ് ചെയ്യിപ്പിക്കുക ചെയ്തേ. അതിന് വേണ്ടിയിട്ട് ഇവന് ആദ്യമേ തന്നെ ഇവൻ എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു നിക്കാഹ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന മഹലിൽ നിന്ന് ഷാഹിന എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്ത അഡ്രസ്സൊക്കെ വെച്ചിട്ട്, അവന്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ആര് ചോദിച്ചാലും ഞങ്ങൾ നിക്കാഹ് ചെയ്തു അങ്ങനെ പറഞ്ഞായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ ഈ അതിനുശേഷം ഇപ്പൊ നിക്കാഹ് ചെയ്തപ്പം അങ്ങനെ നിക്കാഹ് കഴിഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റിനും ഒരു ഇതായി. പക്ഷെ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല, എന്നാലും ആര് കാണിച്ചാലും അതൊരു വാലിഡിറ്റി പോലെ. അങ്ങനെയാണ് അവന്റെ വീട്ടിലും നാട്ടിലും ഇവിടെ എല്ലാവർക്കും നമ്മൾ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ മോളെ ഡെലിവറി ചെയ്ത് കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മായിമ്മയുടെ വായിന്ന് തന്നെ, എൻ്റെ തൊട്ടരികത്തിരുന്നിട്ട് അമ്മായിമ്മ മോന്റെ ചരിത്രം മൊത്തം പറയായിരുന്നു. അവന് അവിടുന്ന് ഒന്ന് കല്യാണം കഴിച്ചു, രണ്ടാമത് ഇവിടുന്ന് കല്യാണം കഴിച്ചു, മൂന്നാമത് അവിടുന്ന് കല്യാണം കഴിച്ചു, നാലാമത് ഇവിടുന്ന് കല്യാണം കഴിച്ചു, അങ്ങനെ ഹിസ്റ്ററി. അപ്പം ആ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണിന്റെ മുന്നിൽ നിന്ന് ഒരാളിങ്ങനെ പറയുമ്പം എത്രമാത്രം ഹൃദയവേദനയായിരിക്കും അതുണ്ടാവുക. അതിനുശേഷം ഒക്കെ ഞാൻ പറഞ്ഞു അത് പ്രശ്നമില്ല, അതെന്തായാലും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പക്ഷെ അപ്പം ആ പ്രണയിച്ച ആ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് ആ 4 പേരെ വിവാഹം കഴിച്ചു, അങ്ങനെ ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. അതിനകത്ത് എല്ലാ പെൺകുട്ടികളും മുസ്ലിം ആയിരുന്നു, എങ്ങനെയായിരുന്നു? അതില് 3 പെൺകുട്ടികൾ മുസ്ലിം ആയിരുന്നു. അവരെ വിവാഹം കഴിച്ചു, അവരെ ഡിവോഴ്സ് ചെയ്തു, മൊഴി ചൊല്ലി. അതില് ഒരു പെണ്ണിന്, ഒരു മുസ്ലിം കുട്ടിക്ക് ഒരു മോളുണ്ട്. ഇപ്പം 6ാം ക്ലാസ്സിലും കണ്ടാണ് കുട്ടി പഠിക്കുന്നത്. അവരുടെ വീട് കാസർഗോഡാണ് അവർ പഠിക്കുന്നത്. പിന്നെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു അഫെയർ. അപ്പം ഞാനുമായിട്ട് ബന്ധമുള്ള സമയത്ത് തന്നെ ഈ പെൺകുട്ടി ആയിട്ടും അവന് അഫെയർ ഉണ്ടായിരുന്നു, ഡീപ്പായിട്ടുള്ള അഫെയർ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രോബ്ലം അറിഞ്ഞതുകൊണ്ട് ആ കുട്ടി പിന്നെ വേറെ വിവാഹം കഴിച്ചു പോയി. അങ്ങനെ ഒരു കേസ് ഉണ്ടായത്. അവനോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ എല്ലാ മുസ്ലിം ബോയ്സും ഈ ക്രിസ്ത്യൻ കുട്ടികളെ തന്നെ നോക്കുന്നു എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞ മറുപടി, ഈ ക്രിസ്ത്യൻ കുട്ടികളൊക്കെ ശരിക്കും ഒരു പൊട്ടത്തിലാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. കാരണം അവരുടെ കൺട്രോളിൽ നമ്മൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ വരും എന്നുള്ളൊരു കോൺഫിഡന്റ് ഈ മുസ്ലിം ബോയ്സിനുണ്ട്. അതുകൊണ്ടാണ് ഇവര് ക്രിസ്ത്യൻ കുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരെ വളയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. അതെനിക്ക് ഇവന്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. 1ഉം 2ഉം കേസൊന്നുമല്ല, 5-6 കേസുകൾ തന്നെ. ഇവൻ ഡെയിലി ഫോണിൽ, ഫുൾ ടൈം ഫോണിലാണ്. കാരണം മെസ്സേജിങ് ആണ്, കൂട്ടുകാരന്മാരുടെ ഭാര്യമാര്, പിന്നെന്താണ് കാണുന്ന പെൺകുട്ടികൾ, ചെറിയ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വരെ ഇവൻ മെസ്സേജ് ചാറ്റിങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ടീച്ചറാണെന്ന് അറിഞ്ഞിട്ടും അവിടുന്ന് സ്വന്തം ഭർത്താവ് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കുമ്പോൾ ആ പെണ്ണിന്റെ ജീവിതം അവിടെ എന്താവും? അപ്പം എങ്ങനെയാണ് ആളവിടെ എത്തിപ്പെട്ടത് ജോലിയൊന്നും ഇല്ലാണ്ട് നടക്കുമ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് പുള്ളിക്കാരൻ നാട്ടിലേക്ക് വരുമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ തനിച്ചായിരുന്നു താമസിച്ചുകൊണ്ട് തന്നെ. അന്നേരം ഞാൻ അപ്പം പറഞ്ഞു ഒരു ജോലി എങ്ങനെയെങ്കിലും ആക്കി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ സ്കൂളുകാരോട് പറഞ്ഞിട്ട് ആ സ്കൂളില് ബസ്സിൽ തന്നെ ഒരു ഡ്രൈവറായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തിരുന്നു. അത് എൻ്റെ ഒരു മനസാക്ഷ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത. പക്ഷെ അവിടെ ജോലിച്ച് വാങ്ങി കൊടുത്തിട്ടും തന്നെ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം എന്നെ വെച്ചിട്ട് ഫുള്ള് ഒരു ഫ്രോഡ് കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രോഡ് കളിയാണ്. അതിനുശേഷം എന്താ പറയാ, എനിക്ക് ആദ്യത്തെ ശരിക്കും അവനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് ഞാൻ അകന്നകന്ന് വന്നു. പിന്നെ നാട്ടിലേക്ക് സെറ്റിലായി കഴിഞ്ഞപ്പോൾ 2-3 പെൺകുട്ടികളായിട്ട് വീണ്ടും അഫെയർ അവൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ഒരിക്കലും നിർത്തൂല. അതും എന്നെ ഒരു ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആര് ചോദിച്ചാലും എനിക്കറിയാം, ഷാഹിനയ്ക്കറിയാം,
അവളെ അറിയാം. അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചല്ലോ. അപ്പം എന്നോട് വന്ന് പറയുന്നത് എന്താണ്? അത് ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മളെ എന്താ ഒരു പൊട്ടത്തി അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയാക്കി നമ്മൾ എന്ത് വിശ്വസിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാക്കിയിട്ടായിരുന്നു ആ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ പാസ്പോർട്ട് എടുക്ക്, നമുക്ക് ഗൾഫിൽ പോവാം, അവിടെ സെറ്റിൽ ആവാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് പാസ്പോർട്ട് എടുക്കാം. അങ്ങനെ ആദ്യം പറഞ്ഞു. പിന്നെ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ലൊരു പൈസ കിട്ടും. അപ്പൊ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി വരാം, അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ ഇറക്കിയാല് എത്രയാണോ 40,000 രൂപ 50,000 രൂപ എത്രയോ പൈസ കൊണ്ടുവന്ന ആൾക്കാർക്ക് അവർ തരും. അതായത് കൊണ്ടുവരുന്ന സാധനത്തിന്റെ അളവനുസരിച്ചാണ്. അളവനുസരിച്ചിട്ട് അവർ നമുക്ക് പൈസ തരും. എത്രയാണോ അതനുസരിച്ചിട്ട് പൈസ തരും. ഇപ്പൊ ഒരു നിശ്ചിത ഒരു കണക്കുണ്ടാവും. ആ കണക്ക് ഇവിടുത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ആ സാധനം കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നോട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, അത് വേണ്ട എന്ന്. അതിനുശേഷം ഞാൻ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് തമ്മിൽ പരസ്പരം ഇങ്ങനെ ഒന്ന് അകന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് എല്ലാം ഷെയർ ചെയ്യായിരുന്നു. അപ്പം അവള് പറഞ്ഞു ഇങ്ങനെ ഒരു ഉസ്താദുണ്ട്, നമുക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ കൂടെ ഉസ്താദിന്റെ അടുത്ത് പോയി. അവളുടെ വണ്ടിയിലായിരുന്നു പോയി, ഉസ്താദിന്റെ അടുത്ത് പോയി. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഫുഡൊക്കെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. മൂപ്പര് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇഷ്ടംമാതിരി. അപ്പം ചിലപ്പോ ഇങ്ങനെ അതിലൂടെ ആയിരിക്കും കൈവേഷം മുണ്ടിൽ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ കൈവേഷം എന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു, എന്താണ് കൈവേഷം എന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആരാണോ നമുക്ക് തരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ തരുന്നത്, അത് തീവ്രമായിട്ടുള്ള ആ ഒരു ആസക്തി അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇപ്പം അവൻ എനിക്ക് തന്നപ്പോൾ എനിക്ക് അവനെ വേണം, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഫുൾ തോന്നൽ, എനിക്ക് വേറെ ആരും വേണ്ട, സ്ട്രോങ് ആയിട്ട് അതങ്ങനെ ഉണ്ടായിരുന്നു. അത് ഈ കൈവേഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണ്. അങ്ങനെ പല പെൺകുട്ടികൾക്കും ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെന്ത് പറഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ആ കൈവേഷം പുറത്തേക്ക് എടുത്ത് കളയണം. അത് നമ്മൾ അറിയോ ഇല്ല, നമുക്ക് കൈവേഷം തന്ന വിവരം അറിയാതെ പോകും ആ കാര്യം. ഇപ്പം കല്യാണം കഴിഞ്ഞ ഈ നാളുകളിൽ പിന്നെ എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു? ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ 1-2 വർഷമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തും നമ്മൾ പുറത്തൊക്കെ പോകും, കറങ്ങാനൊക്കെ പോകും. പിന്നെ പിന്നെ അത് കുറച്ച് മാറ്റം വന്നു തുടങ്ങി. ഞാൻ ഡെലിവറി കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പം മദർ ഇൻ ലോ അമ്മായിയമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം മൂപ്പത്തീൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടയിടാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല, പിന്നെ പർദ്ദ ധരിക്കണം, അങ്ങനെയൊക്കെ ഫുള്ള് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതേപോലത്തെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ചില സമയം ഒന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ തലയിൽ തട്ടയിട്ടോ ഒന്ന് ജസ്റ്റ് അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പം തുടങ്ങും തലയിൽ തട്ടിടുക. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ടോർച്ചറിങ് ആയിരുന്നു. നമ്മൾ എവിടെ പോയാലും പർദ്ദ ഇടണം, മഫ്ത കുത്തണം. അപ്പം ആദ്യമൊക്കെ എന്നോട് പറഞ്ഞത് ഒന്നും വേണ്ട, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പിന്നെ പിന്നെ അതൊക്കെ മാറി വന്നു, പതുക്കെ പതുക്കെ അത് മാറി വന്നു. പിന്നെ അത് മഫ്ത കുത്താനായി, മക്കനെ ചുറ്റി വേണം അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോവാന്. അവൻ എന്ത് ഡ്രസ്സാണോ പറയുന്നത് ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നടക്കാന്. പുറത്തേക്ക് എവിടെ പോയാലും ഒക്കെ ബട്ട് ഇപ്പൊ ഫാമിലീന്റെ അടുത്ത് പോവാണെങ്കിലും ഇന്ന ഡ്രസ്സ് ഇട്ടിട്ടേ പോവാവുള്ളൂ, ഇന്ന പോലെ ഷോള് കുത്തിയിട്ടേ പോവാവുള്ളൂ, അങ്ങനത്തെ ഒക്കെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം എങ്ങനെയാ അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ പ്രതികരിച്ചിരുന്നത്? ആദ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പം ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആയി. അപ്പൊ ഞാൻ അങ്ങോട്ടേക്കും തിരിച്ച് പറയാൻ വേണ്ടി തുടങ്ങി. കാരണം നമുക്കും ഒരു സ്വാതന്ത്ര്യം വേണമല്ലോ. കാരണം നമ്മൾ ആ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വതന്ത്രമായി നടക്കുന്ന തത്തേനെ പിടിച്ചിട്ട് നമ്മൾ കൂട്ടിലിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതേ സെയിം തിങ് തന്നെയായിരുന്നു. കൊച്ചിന് മുമ്പിൽ വെച്ചൊക്കെ മർദ്ദിക്കുകയും കരഞ്ഞ് ഉറങ്ങിയ ദിവസങ്ങളുണ്ടോ? തീർച്ചയായും ഒത്തിരി കൂടുതലും കരഞ്ഞുറങ്ങിയ ദിവസങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്നെ അടിച്ചത് എൻ്റെ കൊച്ചിന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു. അതും ഇപ്പോഴും ഇപ്പോഴും എൻ്റെ കൊച്ചിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, എന്നെ ആ അടിച്ച ഒരു രംഗം. അപ്പൊ അതുകൊണ്ട് എൻ്റെ കൊച്ചു പോലും അവനോട് തീരെ ക്ഷമിക്കില്ല. കാരണം അവൾക്ക് മനസ്സിലായി എന്താണ് അവളുടെ
പപ്പ എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മാതാപിതാക്കളടക്കം തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോയത് ഒരു കുറ്റബോധത്തിലോട്ട് നയിക്കപ്പെട്ടോ? സത്യം, തീർച്ചയായിട്ടും. ഞാൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? എൻ്റെ പേരൻസ് ഒക്കെ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലായിരുന്നു. ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലും? അവരെന്നെ സ്വീകരിക്കുമോ? ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ? അങ്ങനെ പല ചിന്തകളായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്ന് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ പോലെ ഒരു അനുഭവം ഒരു പെൺകുട്ടികൾക്കും ഈ കാലത്തും ഉണ്ടാവരുത്. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നത്. ഇനി ഏതെങ്കിലും ഇപ്പൊ അറിയാതെയോ എങ്ങനെയോ ഒരു മുസ്ലിമിന്റെ ഒരു വലയിൽ ചെന്ന് പെട്ടാൽ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ജീവിതം നമുക്ക് അവിടെ കിട്ടുകയില്ല. അത് 100% ഉറപ്പാണ്. വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ആ മുസ്ലിം യുവാവുമായിട്ട് ജീവിതം ഒന്നിച്ച് ആരംഭിച്ചപ്പോ? ഞാന് എൻ്റെ വീട്ടുകാരെ ധിക്കരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പൊ അതിന്റെ ദേഷ്യം എന്തായാലും എൻ്റെ വീട്ടുകാരുടെ ഉള്ളിലുണ്ടാവും. അവര് തീരെ അക്സെപ്റ്റ് ചെയ്യൂല. കാരണം എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു, നീ തിരിച്ചു പോ, അവന്റെ കൂടെ പോകരുത്. ഞാൻ കൂടെ പോയിട്ട് പോലും എൻ്റെ വീട്ടുകാർ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് 2 തട്ടാക്കിയിട്ട് ശരിക്കുള്ള ആ ബന്ധം അറ്റുമുറിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. പിന്നെ ഒരു ജീവിതമൊക്കെ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുണ്ട്. പക്ഷെ അതെങ്ങനെ വരണം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു ദിവസം എൻ്റെ അമ്മേനെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എന്തിനാ നീ വിളിച്ചത്? നീ നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ? മമ്മി കുറെ ഷൗട്ട് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ അതിനൊക്കെ ക്ഷമയൊക്കെ ചോദിച്ചു, ഇതാക്കി, ഞാൻ കരഞ്ഞു പിഴിച്ചു. അപ്പം അവർക്ക് സ്വന്തം മകളാണല്ലോ എന്തായാലും. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം അവരുടെ മനസ്സൊക്കെ ഒന്ന് തണുത്തു. പിന്നെ എൻ്റെ ബ്രദറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക്. അപ്പം ബന്ധമൊക്കെ ഉപേക്ഷിച്ചപ്പോൾ തിരിച്ചു വന്ന സ്ഥിതിക്ക് പള്ളിയുമായിട്ടൊക്കെ അടുക്കാനൊക്കെയാണോ തീരുമാനം? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. എൻ്റെ വിശ്വാസ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ തിരിച്ചും ഇപ്പം വീണ്ടും ക്രിസ്ത്യാനിയായി. ഇപ്പം മമ്മീൻ്റെ കൂടെ ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ, നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഒരു മടിയുണ്ടെങ്കിലും ഇപ്പം ഏകദേശം എല്ലാം സെറ്റായി. ഇപ്പം കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ആണ് എൻ്റെ തീരുമാനവും. എനിക്ക് അങ്ങനെ ഒരു അവസരം എപ്പോഴും നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം കൊന്തയൊക്കെ ചെല്ലാറുണ്ടോ? പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? പ്രാർത്ഥിക്കലുണ്ട്. മമ്മിക്ക് എങ്ങനെ പ്രാർത്ഥന ജീവിതം? മമ്മിക്ക് പ്രാർത്ഥന ജീവിതം തന്നെയാണ് എപ്പോഴും. മമ്മിക്ക് എന്ത് സങ്കടം ഉണ്ടായാലും വിഷമം ഉണ്ടായാലും മാതാവിനോടും ദൈവത്തോടും ഒക്കെ കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കലാണ് മമ്മി എപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് തന്നെ എൻ്റെ മമ്മീന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. മമ്മീന്റെ കണ്ണീരോടുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇത്രയും വേഗം തന്നെ തിരിച്ച് ഇവിടെ എത്താൻ എനിക്ക് സാധിച്ചത്. ഷെക്കീന ന്യൂസിന്റെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പെൺമക്കൾ പ്രണയക്കെണികളിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. ഷാഹിന-ഷാജഹാനിൽ നിന്ന് ബെല്ല മരിയ ചെറിയാൻ എന്ന തന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ബെല്ലയ്ക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. കോഴിക്കോട് നിന്ന് ആഷിഖ് ജോസഫിനൊപ്പം അജീഷ് സാലു, ഷെക്കീന ന്യൂസ്.